2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത് മുതൽ നരേന്ദ്രമോദി എതിർത്തിരുന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെയായിരുന്നു. നെഹ്റുവിനെ വിമർശിക്കാതെ ഒരു പ്രസംഗം പോലും നരേന്ദ്രമോദി ഇന്ത്യൻ പാർലമെൻറ്റിൽ നടത്തിയിട്ടില്ല. പക്ഷെ ആദ്യമായിട്ടാണ് ഗാന്ധിജിയെ നേരിട്ട് കടന്നാക്രമിക്കുന്നത്. കാരണം ഗാന്ധിജി ഇല്ലാതാക്കിയവരായതുകൊണ്ട് സാധാരണ ഗാന്ധിയെ കുറ്റം പറയാറില്ല. ഈ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയെ ഇല്ലാതാക്കാൻ കുറേ കാലങ്ങളായി ശ്രമം തുടങ്ങിയിട്ട് ഓരോ ബഡ്ജറ്റിലും ഇതിൻ്റെ വിഹിതം കുറച്ചുകൊണ്ട് വരികയായി. ഇപ്പോഴീ 60-40 ആക്കിയപ്പോൾ സംസ്ഥാനങ്ങളുടെ 40% അവരുടെ കോട്ട ആദ്യം റിലീസ് ചെയ്തില്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ കോട്ടയും റിലീസ് ചെയ്യില്ല. ഇതങ്ങനെയാണല്ലോ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ. അപ്പോൾ കേന്ദ്രത്തിന് പരമസുഖമായി, സംസ്ഥാനം റിലീസ് ചെയ്തില്ല, അതുകൊണ്ട് ഞങ്ങളും കൊടുത്തില്ല. എന്നിട്ട് ഇതൊക്കെ ലാഭം വെച്ച് അടുത്ത ഇലക്ഷനാകുമ്പോൾ പിണറായി കാണിക്കുന്നത് പോലെ ഈ ക്ഷേമ പെൻഷൻ ഇലക്ഷൻ്റെ തലേന്ന് കൂട്ടുന്നത് പോലെ എന്തെങ്കിലും ഒരു ചെപ്പിടി വിദ്യ കാണിക്കാനുള്ള പണം സ്വരൂപിച്ച് വയ്ക്കുകയാണ്. അതിനെ പാവപ്പെട്ട ഈ തൊഴിലാളികളെ ഇങ്ങനെ വഴിയാധാരാക്കേണ്ട വല്ല കാര്യമുണ്ട്. അപ്പോൾ ഇതാണ് ഇവരുടെ നയം. അപ്പോൾ ഓരോ ദേശീയ നേതാക്കന്മാരുടെ പേരുകൾ ഒഴിവാക്കി നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ സ്വാതന്ത്ര്യ സമരത്തിന് ഒറ്റിക്കൊടുത്തവർക്കൊക്കെ പ്രാധാന്യം കൊടുക്കുന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം നീങ്ങുക.